നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. GSTയുടെ പേരിൽ ഹോട്ടലുകളിൽ വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ധനമന്ത്രി തോമസ് ഐസക്. നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടും വയനാട്ടിൽ കോഴിയിറച്ചിക്ക് കൊള്ളവില. മാനന്തവാടിയിൽ നാട്ടുകാർ കോഴി സ്റ്റാളുകൾ അടപ്പിച്ചു. GST സോഫ്റ്റ്വെയറുകൾ എത്തിയില്ല, മൊബൈൽ സ്റ്റോറുകൾ അടച്ചിട്ടു. ആരവങ്ങൾ ഒഴിഞ്ഞ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. ഇരുളം അങ്ങാടിശ്ശേരിയിൽ പട്ടയഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി എടുക്കുന്നില്ല. 22 കുടുംബങ്ങൾ ചുവപ്പുനാടയുടെ കുരുക്കിൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്ന പരിഹാരത്തിന് സാധ്യമായ തരത്തിൽ ഇടപെടുമെന്ന് ജില്ലാ കലക്ടർ. റോഡുകൾ അപകടരഹിതമാക്കാൻ ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കുന്നു. ദേശീയപാതയിലടക്കം വൻ ഗർത്തങ്ങൾ. നൂൽപ്പുഴ കാക്കത്തോട് കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ. കോളനിയിലെ ദുരിതങ്ങൾ കെട്ടുകഥ പോലെ ഭയാനകം. വിശദമായ വാർത്തകളിലേക്ക്. GSTയുടെ പേരിൽ ഹോട്ടലുകളിൽ വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുന്നറിയിപ്പ് നൽകി. GST വന്നതോടെ കോഴിയിറച്ചിയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടും വയനാട്ടിൽ വ്യാപാരികൾ കോഴിവില കുത്തനെ കൂട്ടി. കിലോയ്ക്ക് ഇന്നലെ വില 200 മുതൽ 210 വരെ. ചരക്ക് സേവന നികുതി വന്നതോടെ കോഴിയിറച്ചിക്കുണ്ടായിരുന്ന 14% നികുതി ഒഴിവായി. കോഴിയിറച്ചിക്ക് ഇപ്പോൾ നികുതിയില്ല. 150ഉം 160ഉം രൂപയ്ക്ക് കിട്ടിയിരുന്ന കോഴിയിറച്ചിക്ക് രണ്ടാഴ്ചക്കിടെ പൊടുന്നനെ 200 രൂപയും 210 രൂപയുമായി വില വർദ്ധിച്ചത് കോഴി മൊത്തവ്യാപാര വിപണിയിലെ പകൽക്കൊള്ളയാണ്. വില കൂട്ടാൻ കോഴി കച്ചവടക്കാർ പറയുന്ന ന്യായങ്ങളിലൊന്നും വസ്തുതയില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചെക്ക് പോസ്റ്റുകളിൽ GST വന്നത് മുതൽ കോഴിക്കടത്തിന് പരിശോധനയില്ല. നികുതിയോ കൈമടക്കോ കൊടുക്കേണ്ടതില്ല. വയനാട്ടിൽ 100ഓളം കോഴി ഫാമുകളുണ്ട്. ഈ ഫാമുകൾ വിതരണം ചെയ്യുന്നതിന് പുറമെയാണ് ആന്ധ്ര, നാമക്കൽ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് കോഴി ഇറക്കുമതി. GST പ്രഖ്യാപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുൻധാരണയില്ലാത്തതിനാൽ ഫാമുകളിൽ കോഴി ഉൽപ്പാദനം മരവിപ്പിച്ചു നിർത്തിയിരുന്നുവെന്നും കോഴിയിറച്ചി ലഭ്യത കുറഞ്ഞതാണ് വില കൂടാൻ കാരണമെന്നുമാണ് ഒരു വിഭാഗം വ്യാപാരികൾ പറയുന്നത്. എന്നാൽ GSTയിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്ത് ഉപഭോക്താക്കളെ ഇടനില വ്യാപാരികൾ കൊള്ളയടിക്കുകയാണെന്നാണ് ആക്ഷേപം. ഹോട്ടലുകളിലും മറ്റും നിലവിലെ വില വാറ്റുനികുതി അടക്കമുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ GST കൂടി ചേർത്ത് അധിക വില ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തി. MRP വിലയിൽ കൂടുതൽ ഒരു സാധനത്തിനും വില ഈടാക്കരുതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വാറ്റ് ഉൾപ്പെടെ നികുതികൾ ചേർത്ത വിലയാണ് ഇപ്പോഴത്തെ MRP നിരക്ക്. നിലവിലെ നികുതികൾ ഒഴിവാക്കി വേണം GST ചേർത്ത് വില നിശ്ചയിക്കാൻ. വാറ്റ് ഒഴിവാക്കി GST പ്രാബല്യത്തിൽ വരുമ്പോൾ വില കുറയേണ്ടിടത്ത് കൺകെട്ട് വിദ്യ കാണിച്ച് വ്യാപാരികൾ വിലക്കയറ്റമുണ്ടാക്കിയാൽ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുത്തുന്നതടക്കം ശിക്ഷാ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഹോട്ടൽ ഭക്ഷണ വിലയും GST വരുമ്പോൾ കുറയുന്ന 101 ഇനങ്ങളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിലെ വിലയിൽ നികുതി ചുമത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കോഴിയിറച്ചിക്ക് കൊള്ളവില ഈടാക്കുന്നതിനെതിരെ മാനന്തവാടിയിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. അന്യായ വില ഈടാക്കിയ സ്റ്റാളുകൾ അടപ്പിച്ചു. കിലോയ്ക്ക് വിവിധ സ്റ്റാളുകളിൽ 200, 180, 160 എന്നിങ്ങനെ വ്യത്യസ്ത വിലകളാണ് ഈടാക്കിയിരുന്നത്. അമിത വിലയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭമുണ്ടാക്കിയതിനെ തുടർന്ന് പ്രശ്നത്തിലിടപെട്ട മാനന്തവാടി പോലീസ് മുഴുവൻ കോഴിക്കടകളും അടച്ചിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് SI K അജീഷിൻ്റെ നേതൃത്വത്തിൽ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ തീരുമാനമുണ്ടായില്ല. കൊള്ളവിലയ്ക്ക് ഇറച്ചി വിൽക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ജില്ലയിലെ മറ്റ് വിപണികളിലെ വില നിലവാരം കൂടി അറിഞ്ഞതിന് ശേഷം മാനന്തവാടിയിലെ വില നിശ്ചയിക്കാമെന്ന് SI അറിയിച്ചിരിക്കുകയാണ്. സ്റ്റാളുകൾ വൈകിട്ട് 5 മണി വരെ അടച്ചിട്ടു. മറ്റെല്ലാ സ്ഥലത്തും വില കുറച്ച് വിൽക്കുമ്പോൾ ഒരു 100, 120 രൂപക്ക് വിൽക്കുമ്പോൾ പോലും ഇവിടെ 200 രൂപ, 150 രൂപ ആ തരത്തിലുള്ള വില നിശ്ചയിച്ചിരിക്കുന്നത്. GSTയിൽ 14% നികുതി കുറഞ്ഞിട്ട് പോലും മാനന്തവാടി മാർക്കറ്റിൽ മാത്രം ചിക്കന് വില കുറയുന്നില്ല എന്നുള്ളതാണ്. അത് ഇവരുടെ ഒരു സംഘടിതമായിട്ട് ചിക്കൻ്റെ മേഖലയിൽ പോലും ഒരു സംഘടിത മാഫിയ സ്വഭാവം ഉണ്ടോ എന്നുള്ള സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത അപ്രാപ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് കോഴിയിറച്ചി പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിച്ചു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. GST നിലവിൽ വന്നതോടെ തിരക്കൊഴിഞ്ഞ് മുത്തങ്ങയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ നിരനിരയായി കിടന്ന ഇവിടെ ആളനക്കമില്ലാതായി. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറികൾ ഇല്ലാതായതോടെ ഇതുവഴി യാത്ര സുഗമമായി. ജൂൺ 30 വരെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളും ആരവുമായി നിന്നിരുന്ന മുത്തങ്ങയാണ് ഇപ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിരിക്കുന്നത്. GST നിലവിൽ വന്നതോടെ മുത്തങ്ങയിലെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധന നിലച്ചതാണ് ഇതിന് കാരണം. മുമ്പ് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതൽ പാതയോരത്ത് പരിശോധനയ്ക്കായി കാത്തുകിടക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുമെന്ന ചരക്ക് ലോറികളുടെ നീണ്ട നിരയായിരുന്നു.
ഇത് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും നല്ല വരുമാനമുണ്ടാക്കിയിരുന്നു. അതേസമയം തന്നെ ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പാതയോരത്തെ ചരക്ക് ലോറികളുടെ നിര തന്നെ ഇല്ലാതായതോടെ ഇതുവഴിയുള്ള യാത്രയും സുഗമമായിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. GST ക്രമീകരിച്ച സോഫ്റ്റ്വെയർ എത്തിയില്ല. ജില്ലയിൽ മാവേലി സ്റ്റോറുകൾ അടച്ചിട്ടത് നൂറുകണക്കിന് ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടായി. മേപ്പാടിയിൽ 4 ദിവസമായി മാവേലി സ്റ്റോറുകൾ അടച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് പൊതുവെ മാവേലി സ്റ്റോറുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് വിവരം. വയനാട്ടിൽ മിക്കവാറും മാവേലി സ്റ്റോറുകൾ അടഞ്ഞുകിടക്കുകയാണ്. പുതിയ നികുതി വ്യവസ്ഥയിൽ വ്യാപാരം ക്രമീകരിക്കുന്നതിന് GST ക്രമീകരിച്ച സോഫ്റ്റ്വെയർ എത്തണം. GST സോഫ്റ്റ്വെയർ എത്താത്തതുകൊണ്ടാണ് സ്റ്റോർ തുറക്കാത്തതെന്ന് മേപ്പാടി മാവേലി സ്റ്റോർ മാനേജർ പറഞ്ഞു. നാളെ മാവേലി സ്റ്റോറുകൾ തുറക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായി സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. തോട്ടം മേഖലയായ മേപ്പാടിയിലും മറ്റും നൂറുകണക്കിന് സാധാരണക്കാരാണ് ദിവസവും മാവേലി സ്റ്റോറിലെത്തി അടഞ്ഞുകിടക്കുന്ന സ്റ്റോറിന്റെ അറിയിപ്പ് വായിച്ച് മടങ്ങുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. നികുതി 5% നിന്ന് 18% ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിടുമെന്ന് സ്ക്രാപ്പ് വ്യാപാരികൾ. പുതിയ നികുതി പരിഷ്കരണം നടപ്പിലാക്കിയതോടെ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. നികുതി പരിഷ്കാരത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതുവരെ കടകൾ അടച്ചിടാനാണ് തീരുമാനമെന്നും ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 18% നമുക്ക് സാധനം ഓടിയേറ്റാൻ കഴിയുന്നില്ല. വളരെ പ്രയാസമാണ്. 18% ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ടാക്സ് ഇന്നു മുതൽ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, നിർത്താൻ പോകണം. അപ്പം ഈ മുനിസിപ്പാലിറ്റി സ്വാഭാവികമായിട്ട് നാട്ടിലെ വീട്ടിൽ കൊതുകും അതൊക്കെ അധികമായിരിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നും നാളെ മുതൽ ഞങ്ങൾ ഈ കട പൂട്ടുകയാണ്. അനിശ്ചിതകാലത്തേക്ക് നടത്തുന്നേ ഇല്ല. ഇരുളം അങ്ങാടിശ്ശേരിയിൽ വില കൊടുത്തു വാങ്ങിയ പട്ടയഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി എടുക്കുന്നില്ലെന്ന് പരാതി. ഇരുളം വില്ലേജ് ഓഫീസിലെ 22 കുടുംബങ്ങളാണ് വില്ലേജ് അധികൃതരുടെ നിഷേധാത്മക നിലപാടിന്റെ തിക്തഫലം അനുഭവിക്കുന്നത്. ലാൻഡ് ട്രിബ്യൂണലിൽ കേസുള്ളതുകൊണ്ടാണ് നികുതി സ്വീകരിക്കാത്തതെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട കൈക്കൂലി നൽകാത്തതാണ് പ്രശ്നം അനന്തമായി നീണ്ടുപോകാൻ കാരണമെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. 1971 22 ആളുകൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് 1982 പട്ടയം ലഭിച്ചു. പിന്നീട് ഇടപെട്ട ലാൻഡ് ട്രിബ്യൂണൽ നിയോഗിച്ച കമ്മീഷൻ 22 9 പേരുടെ സ്ഥലം കൃഷിഭൂമിയല്ലെന്ന് റിപ്പോർട്ട് നൽകി. ഇവരുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. മറ്റുള്ളവരുടെ നികുതി 2006 മുതൽ സ്വീകരിക്കാതെയായി. കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നികുതി അടയ്ക്കാൻ വീണ്ടും സമീപിച്ച കർഷകരോട് പുതുതായി ഇക്കാര്യങ്ങൾ കാണിച്ച് അപേക്ഷ സമർപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭൂരേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വടക്കേ വയനാട്ടിലെ വിവിധ വില്ലേജ് പരിധിയിൽ 2500ഓളം ചെറുകിട കർഷകർ ഓഫീസുകൾ കയറിയിറങ്ങി വർഷങ്ങളായി നരകയാതന അനുഭവിക്കുന്ന കാര്യം വയനാട് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കാഞ്ഞിരത്തിനാൽ ജെയിംസിന്റെ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കുന്നതിന് കഴിയാവുന്ന തരത്തിൽ ഇടപെടുമെന്ന് ജില്ലാ കളക്ടർ S. സുഹാസ് കഴിഞ്ഞ ദിവസം ജെയിംസുമായി സംസാരിച്ചിരുന്നു. കോടതിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ റിപ്പോർട്ട് എന്താ ഉണ്ട്, ഹൈക്കോടതിക്ക് എങ്ങനെ സമർപ്പിക്കുന്നുണ്ടോ അതിലാണ് റൂൾസ് പ്രകാരം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അങ്ങനെ കൊടുക്കാം. അല്ല, ഇപ്പോ ഹൈക്കോർട്ട് ഓൾറെഡി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് എഗൻസ്റ്റ് ആയിട്ട് ആള് റിവിഷൻ പെറ്റീഷൻ പോകും അല്ലെ. ആള് റിവിഷൻ പെറ്റീഷൻ പോകുന്ന സമയത്ത് പുതിയതായിട്ട് എനിക്ക് കമന്റ്സ് കൊടുക്കാൻ വരും. ആ സമയത്തിൽ ആൾക്ക് നിയമപരമായിട്ട് ഹെൽപ്പ് ചെയ്യപ്പെട്ട് ഞാൻ അത് ഫുൾ കൊടുക്കും. എനിക്ക് ആ ആളിന്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ട്, ഞാൻ അത് ഹെൽപ്പ് ചെയ്യും. KSU പ്രവർത്തകർ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച KSU സംസ്ഥാന നേതൃത്വത്തിനെതിരെ പോലീസ് നടത്തിയ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. KPCC നിർവാഹക സമിതി അംഗം ND അപ്പച്ചൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് അമൽ ജോയി അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി PK അനിൽകുമാർ, നിവിൻ തോമസ്, അമൽ പങ്കജാക്ഷൻ, ജസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ റോഡുകൾ അപകടരഹിതമാക്കാൻ ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ റോഡരികുകളിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ S. സുഹാസ് അറിയിച്ചു. ജില്ലയിൽ ഓരോ വർഷവും വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2016 ജില്ലയിൽ റോഡപകടങ്ങളിൽ പൊലിഞ്ഞത് 81 ജീവനുകളാണ്. ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായ കർമ്മപരിപാടികളിലൂടെ റോഡുകളെ അപകടവിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി സേഫ് വയനാട് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റോഡരികിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകളും മറ്റും നീക്കം ചെയ്യുമെന്ന്
ജില്ലാ കളക്ടർ പറഞ്ഞു. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക. പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത ഫീസ് സമർപ്പിക്കണം. പ്രകൃതി സൗഹൃദ സാമഗ്രികൾ മാത്രമേ പരസ്യത്തിനായി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകില്ല. വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചാൽ നീക്കം ചെയ്യുകയും നീക്കം ചെയ്യുന്നതിനുള്ള ചിലവ് ഉടമയിൽ നിന്നും ഈടാക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് മാനന്തവാടി MLA OR കേളു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി, ജില്ലാ പോലീസ് ചീഫ് രാജ്പാൽ മീണ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു. പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയാൽ 3 ആഴ്ചക്കകം ബോർഡുകൾ നീക്കം ചെയ്യാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇല്ലീഗലായിട്ട് യാരാറ് ഫ്ലെക്സസ് വെച്ചിട്ടെങ്കിൽ we'll take action under section 20 of the Kerala Police Act. അതിനാൽ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് കൂടെ സംസാരിച്ചിട്ടുണ്ട്. അവർ സീരിയസ് ആയിട്ട് നടപടി എടുക്കുമെന്ന്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. അപകട കെണിയൊരുക്കി ദേശീയപാത 766 ഗർത്തങ്ങൾ. ബത്തേരി മുതൽ മൂലഹള്ള അതിർത്തി വരെ റോഡിൽ വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ചെറുവാഹനങ്ങൾക്കാണ് ഏറെ ബുദ്ധിമുട്ടാകുന്നത്. മഴ ശക്തമാകുന്നതിന് മുൻപ് ഈ ഗർത്തങ്ങൾ അടയ്ക്കണമെന്നാണ് ആവശ്യം. ബത്തേരി മുതൽ മൂലഹള്ള വരെയുള്ള ഭാഗത്താണ് ദേശീയപാത 766 ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ടാറും മെറ്റലും ഇളകിമാറി നല്ല ആഴത്തിലും നീളത്തിലുമാണ് ഗർത്തങ്ങൾ ഉള്ളത്. ഇവയിൽ അകപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കാറ്, ഓട്ടോറിക്ഷ, ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നവയിൽ അധികവും. റോഡിൽ കുഴികളുള്ള കാര്യമറിയാതെ വളരെ വേഗതയിലെത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ ഇവ പെടില്ല. ഇതാണ് അപകടത്തിന് കാരണം. ദേശീയപാതയിൽ കല്ലൂർ, മുത്തങ്ങ, നാഗരംചാൽ എന്നിവിടങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ്. അപകടത്തിൽപ്പെടുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പായി ഗർത്തങ്ങൾ നികത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ചെറിയ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ടൂ വീലർ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മഴ തുടങ്ങിയതിന് ശേഷം ചെറിയ കുഴികളൊക്കെ തന്നെ വലിയ ഗർത്തങ്ങളായി രൂപം കൊണ്ടിരിക്കുകയാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ, അത് റോഡിൻ്റെ അതോറിറ്റി ആവട്ടെ, അതിൻ്റെ PWD വകുപ്പാവട്ടെ, നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും തന്നെ ഉദാസീന മനോഭാവം സ്വീകരിക്കുകയാണ് കണ്ടുവരുന്ന സാഹചര്യം. വയനാട് ന്യൂസ്, ബത്തേരി. മാരപ്പൻമൂല മീനംകൊല്ലി പുൽപ്പള്ളി റോഡിൽ യാത്ര ദുഷ്കരമായിട്ടും റോഡ് റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ലെന്ന് പരാതി. പുൽപ്പള്ളി പഞ്ചായത്തിലെ 17-ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് 15 വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമൂലം ഭൂരിഭാഗം സ്ഥലങ്ങളിലും റോഡ് തകർന്നു കിടക്കുകയാണ്. പല ഭാഗത്തും വൻ കുഴികൾ ഉള്ളതിനാൽ ഇതുവഴി വാഹനങ്ങൾ പോലും വാടകയ്ക്ക് വിളിച്ചാൽ വരുന്നില്ല. നൂറുകണക്കിന് ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത്. മീനംകൊല്ലി മുതൽ മാരപ്പൻമൂല അംഗൻവാടി വരെയുള്ള 2 കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നത്. റോഡിൽ മഴ പെയ്തതോടെ വെള്ളം കെട്ടിക്കിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വർഷാവർഷം റോഡ് നവീകരണ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിക്കുമെന്ന് ഗ്രാമസഭയിലടക്കം ജനപ്രതിനിധികൾ ഉറപ്പു നൽകാറുണ്ടെങ്കിലും റോഡിനെ അവഗണിക്കുകയാണ് പതിവ്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ അവഗണിക്കുന്നതുകൊണ്ടാണ് റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്താൻ കഴിയാത്തത്. ഇതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, MP, MLA ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പ്രതിവിധിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് ബന്ധപ്പെട്ട ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനടുത്ത് വരെ ടാറിങ് ചെയ്തിട്ട് ഇതിൽ ചെറിയ റോഡ് ഒക്കെ ടാർ ചെയ്തിട്ടും ഈ റോഡിലേക്ക് ടാർ ചെയ്യുകയോ ഇതിൻ്റെ ഒരു പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പോലും ആരും തയ്യാറായിട്ട് പോലും. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മാനന്തവാടി പഴശ്ശികുടീരത്തിൽ നിന്ന് ചന്ദനം മോഷണം പോയതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴശ്ശികുടീരം ഉപരോധിച്ചു. കുടീരത്തോട് ചേർന്ന് നിന്ന ചന്ദനത്തയുടെ കൊമ്പ് മുറിച്ചതാണ് സമര കാരണം. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡെന്നിസ് കണിയാരം, MG ബിജു, ഷംസുദ്ദീൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. അതേസമയം വൈദ്യുതി ലൈനിൽ മുട്ടിനിന്ന കൊമ്പ് മുറിച്ചു മാറ്റിയതാണെന്നും ചന്ദനമരം മോഷണം പോയിട്ടില്ലെന്നും പഴശ്ശികുടീരം മാനേജർ അറിയിച്ചു. വാളാട് എടത്തനയിൽ സ്കൂളിന്റെ ജനൽച്ചില്ല് തകർക്കുകയും നോട്ടീസ് ബോർഡിൽ മാവോയിസ്റ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ എഴുതിവെക്കുകയും ചെയ്ത പ്രതിയെ തലപ്പുഴ പോലീസ് പിടികൂടി. ബാബുവാണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ജനാലയുടെ ചില്ലടിച്ച് പൊട്ടിക്കാൻ ഉപയോഗിച്ച വടിയെടുക്കാൻ ഇന്ന് കാലത്ത് സ്കൂളിലെത്തിയ ബാബുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പ്രദേശത്ത് വികസനം കൊണ്ടുവരാൻ വേണ്ടിയാണ് നോട്ടീസ് ബോർഡിൽ മാവോയിസ്റ്റ് എന്ന് എഴുതിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. തലപ്പുഴ SI AJ ജോയിയും സംഘവുമാണ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. വയനാട് ന്യൂസ്, മാനന്തവാടി. മഴ കനിഞ്ഞില്ല. കാർഷിക നഴ്സറികളിൽ തൈകൾ കെട്ടിക്കിടക്കുന്നു. തൈനടിയിൽ മുന്നിൽ കണ്ട് ജൂൺ ആദ്യവാരം നഴ്സറിയിൽ ഇറക്കിയ കുരുമുളക്, കാപ്പി, തെങ്ങ്, ജാതി, കൊക്കോ തൈകൾ വൻതോതിൽ കരുതിയ നഴ്സറി ഉടമകളാണ് പ്രതിസന്ധിയിലായത്.
കാലവർഷം ശക്തമാകാത്തതിനെ തുടർന്ന് തൈകൾ നടുന്നത് വൈകുകയായിരുന്നു. വരൾച്ചയും കൃഷിനാശവും മൂലം പുനർകൃഷി ചെയ്യുന്നതിന് കാർഷിക വൃത്തിയിലേക്ക് തിരിയേണ്ട സമയമായിട്ടും മഴക്കുറവ് മൂലം ഇത്തവണ കൃഷിയിറക്കാൻ ഭൂരിഭാഗം കർഷകരും തയ്യാറായിട്ടില്ല. കാര്യമായ കച്ചവടം നടക്കുന്നില്ലെന്നാണ് നഴ്സറി ഉടമകൾ പറയുന്നത്. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഗുണമേന്മയില്ലാത്ത തൈകൾ വാഹനങ്ങളിൽ കൊണ്ടുനടന്നു വിൽക്കുന്നവർ ഏറെയുണ്ടെങ്കിലും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൈകൾക്ക് ആവശ്യക്കാർ കുറവാണെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചപ്പോഴും വരൾച്ച മേഖലയായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ മുൻവർഷത്തേക്കാൾ മഴ കുറവാണ് ലഭിക്കുന്നത്. ഇതിനു പുറമെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തൈകൾ നടാൻ കർഷകർക്ക് കഴിയുന്നില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കുരുമുളക് തൈകൾ ഗുണമേന്മയില്ലാത്തതാണെന്ന് ആരോപണം. ഹോർമോൺ നൽകി ഇലകൾ മുളപ്പിച്ചെത്തിക്കുന്ന തൈകൾ മണ്ണിൽ വയ്ക്കുന്നതോടെ നശിക്കുന്നു. വേരുള്ള തൈകൾ നോക്കി വാങ്ങാത്തതിനാൽ ചതിയിൽപ്പെടുന്ന കർഷകർ ഏറെയാണ്. കരിമുണ്ട, പന്നിയൂർ, ചോലനാപ്പൻ തുടങ്ങിയ വള്ളികൾക്കാണ് ആവശ്യക്കാർ ഏറെ. പുറമേ നിന്ന് വള്ളി കൊണ്ടുവന്ന് ഇവിടുത്തെ കാലാവസ്ഥയിൽ മുളപ്പിച്ച തൈകൾക്കാണ് ഡിമാൻഡ്. എന്നാൽ പുറമേ നിന്ന് കൊണ്ടുവരുന്ന തൈകൾ ഹോർമോണുകൾ നൽകിയും മറ്റും മുളപ്പിച്ച് നേരത്തെ കയറ്റിവിടുന്നു. ലക്ഷക്കണക്കിന് തൈകളാണ് എല്ലാ വർഷവും ജില്ലയിലേക്ക് എത്തുന്നത്. കൃഷിക്കാർക്ക് ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരുന്ന മെച്ചപ്പെട്ട തൈകൾ എത്തിക്കാൻ കൃഷിവകുപ്പ് യാതൊന്നും ചെയ്യുന്നില്ല. വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വില കൊടുത്താണ് കർഷകർ വാങ്ങുന്നത്. ഗുണമേന്മയില്ലാത്ത തൈകൾ നടുന്നതുമൂലം മഴക്കാലം കഴിയുന്നതോടെ ഉണങ്ങി നശിക്കുന്നു. ജില്ലയിൽ തന്നെ കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കൃഷിവകുപ്പ് തയ്യാറായാൽ മാത്രമേ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കുരുമുളക് വള്ളികളുടെ വിൽപ്പനയെ നിയന്ത്രിക്കാനാവൂ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പ്രായമായവരും രോഗികളും കുട്ടികളുമടക്കം കഴിയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ. കക്കൂസ് സൗകര്യമില്ല. ശക്തമായ മഴ പെയ്താൽ വെള്ളം കയറി വീട് ഒറ്റപ്പെടും. വീടുകളിലേക്ക് എത്തിപ്പെടാൻ വഴിയില്ല. ഇക്കാലത്തും ഇത് കെട്ടുകഥയല്ല. നൂൽപ്പുഴ കാക്കത്തോട് കോളനിയിലെ നേർചിത്രമാണിത്. അധികൃതരുടെ അവഗണന മാത്രം പേറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ നേർചിത്രം. കാക്കത്തോട് കോളനിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. നൂൽപ്പുഴയിലെ കല്ലൂരിൽ നിന്നും 1.5 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചാൽ എത്തുന്ന കോളനിയാണ് കാക്കത്തോട് പണിയ കോളനി. റോഡിൽ നിന്നും നോക്കിയാൽ നീലപ്പെടുത മേൽക്കൂരയിൽ വിരിച്ച കുറെ കൂരകൾ കാണാം. ഇത് ആഘോഷത്തിന്റെ ഭാഗമായി വലിച്ചു കെട്ടിയതല്ല. മഴ പെയ്താൽ ഒരു തുള്ളിവെള്ളം പോലും പുറത്തു പോകാതെ അകത്തെത്തുന്നതിനെ പ്രതിരോധിക്കാനാണ് ഇവരുടെ ഈ മാർഗം. ഇത്തരത്തിൽ 16 വീടുകളാണ് ഇവിടെയുള്ളത്. കാലപ്പഴക്കത്താൽ നശിച്ച ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലുള്ളത്. വാസയോഗ്യമല്ലാത്ത വീടുകളിലാണ് പണി വിഭാഗത്തിൽപ്പെട്ട 28 കുടുംബങ്ങൾ ഈ വീടുകളിൽ താമസിക്കുന്നത്. കോളനിയിലേക്ക് എത്തിപ്പെടാൻ നല്ലൊരു റോഡ് പോലുമില്ല. കൂടാതെ കക്കൂസ് സൗകര്യവുമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയേ ഇവർക്ക് നിവൃത്തിയുള്ളൂ. ഇതിനു പുറമെ കോളനിയിലെ കിണറിൽ വെള്ളവും ഇല്ലാതായതോടെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനും നെട്ടോട്ടം ഓടുകയാണ്. ശക്തമായ മഴ പെയ്താൽ സമീപത്തെ തോട്ടിൽ നിന്നും വെള്ളം കയറി കോളനി ഒറ്റപ്പെടും. പിന്നീട് ഇവരുടെ ജീവിതം വെള്ളം ഇറങ്ങും വരെ സമീപത്തെ സ്കൂളിലാകും. ഇതിനു പരിഹാരമായി ഇവരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കാമെന്ന് പതിറ്റാണ്ടുകളായി പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. മുൻ ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ കോളനി സന്ദർശിച്ച് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഇദ്ദേഹം സ്ഥലം മാറിപ്പോയതോടെ പിന്നീട് നടപടികളൊക്കെ മുടങ്ങിയ സ്ഥിതിയാണ്. കോളനിയിലെ വീടുകളുടെ അവസ്ഥയും ചുറ്റുപാടും മോശമായിട്ടും അധികൃതർ തങ്ങളെ നിരന്തരം അവഗണിക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാകാത്തതെന്നാണ് ഇവരുടെ ചോദ്യം. ഈ സാഹചര്യത്തിൽ നിന്നും തങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് കോളനിക്കാരുടെ ആവശ്യം. അധികൃതർ ഈ കോളനിയോട് കാണിക്കുന്ന അവഗണനയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ട് വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളമില്ല, മറ്റു കക്കൂസ് സൗകര്യങ്ങളില്ല, ഒരു വഴിയില്ല. ഇത്രയും വർഷമായിട്ട് 10-20 വർഷക്കാലമായിട്ട് മാറ്റിപ്പാർപ്പിക്കുമെന്ന് പറയുമ്പോഴും ഇതുവരെ യാതൊരു നടപടിയും അധികൃതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു പോകാനോ വരാനോ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതിനൊക്കെ എടുത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കയറ്റി പോകാൻ പറ്റുമോ? അപ്പൊ ഇവിടുന്ന് കുറച്ച് മാറ്റി തരിക എന്നാണ് ഞങ്ങൾ സർക്കാരോട് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ സർക്കാരോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഒരു അനുകൂലവും ഇല്ല. വയനാട് ന്യൂസ്, ബത്തേരി. ജില്ലയിൽ കാട്ടുതേൻ ഉൽപാദനത്തിൽ വൻ ഇടിവ്. മഴ കുറഞ്ഞതാണ് തേൻ ഉൽപാദനത്തെ ബാധിച്ചത്. ഇതോടെ വ്യാജ തേനുകളും വിപണിയിൽ ധാരാളമായി എത്തുന്നതായി ആക്ഷേപം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാട്ടുതേൻ ലഭിക്കുന്ന ജില്ലയാണ് വയനാട്. എന്നാൽ ഈ വർഷം മുൻവർഷത്തെ അപേക്ഷിച്ച് തേൻ ഉൽപാദനത്തിലും സംഭരണത്തിലും വൻ ഇടിവാണെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. മഴക്കുറവാണ് തേൻ ഉൽപാദനത്തിൽ കുറവ് വരാൻ കാരണം. വേനൽമഴയും കാലവർഷവും ശക്തമാകുന്നതോടെ വനത്തിൽ സസ്യങ്ങൾ കാര്യമായി പുഷ്പിക്കുകയും ഇത് തേൻ ഉൽപാദനം കൂടാനും ഇടയാക്കും. എന്നാൽ ഇത്തവണ വേനൽമഴ കൃത്യസമയത്ത് ലഭിച്ചുവെങ്കിലും കാലവർഷം കുറഞ്ഞതോടെ ഉൾവനങ്ങളിലടക്കം സസ്യങ്ങളുടെ പുഷ്പിക്കലിനെ കാര്യമായി ബാധിക്കുകയും ഇത് തേൻ ഉൽപാദനത്തെ കുറയ്ക്കാനും ഇടയാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ കാട്ടുതേൻ സംഭരണ കേന്ദ്രമായ കല്ലൂർ പട്ടികവർഗ സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് ഇത്തവണ തേൻവരവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. മുൻവർഷം ഈ സമയത്ത് 25,000 കിലോ തേൻ വരെ ഇവിടെ സംഭരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇത് 10,000 കിലോയായി കുറഞ്ഞു. തേൻ ഉൽപാദനം കുറഞ്ഞത് തേൻ ശേഖരിച്ച് ഉപജീവനം നടത്തുന്നവരുടെ ജീവിതമാർഗത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ വ്യാജ തേൻ ഉൽപാദനവും വിപണനവും വ്യാപകമായിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്.
മഴ അത്രയ്ക്ക് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തേൻ ഉൽപ്പാദനം കൂടുള്ളൂ. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് തേന് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഉൽപ്പാദനം കുറവാണ്. ഒന്ന് പ്രൈവറ്റ് മാർക്കറ്റുകളിലും കുറേയൊക്കെ എടുക്കുന്നുണ്ടാവാം. നമുക്ക് ഫോറസ്റ്റ് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എടുക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇതിനേക്കാളും കൂടുതൽ തേൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ വർഷം നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് തേൻ ഉൽപ്പാദനം കുറഞ്ഞ ഇതാണ് നമുക്ക് കാണുന്നത്. വയനാട് ന്യൂസ് ബത്തേരി. കേരളത്തിലെ മുഴുവൻ അരിവാൾ രോഗബാധിതരെയും ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പല സംസ്ഥാനങ്ങളും ഇതിനായി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഭിന്നശേഷി വിഭാഗത്തിൽ 18ാമത്തെ ഇനമായി സിക്കിൾ സെൽ അനീമിയയെ പുനർനിർവചിച്ചിട്ടുണ്ട്. ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ലോകത്ത് ഈ രോഗം കണ്ടുവരുന്ന എല്ലായിടത്തും ഈ രോഗബാധിതരെ ഭിന്നശേഷി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രകാരം നിർദ്ദേശപ്രകാരം 2007 നിർദ്ദേശിച്ചത് പ്രകാരം 2008 ഇന്ത്യ അത് പാസ്സാക്കിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം കേരള സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ അത് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. കല്ലോടി സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് KCYM ആഭിമുഖ്യത്തിൽ കല്ലോടിയിൽ യുവജന സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. കല്ലോടി ഫൊറോന പള്ളി വികാരി ഡോക്ടർ അഗസ്റ്റിൻ പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. ദേശസ്നേഹവും ആത്മവിശ്വാസവും നീതിബോധവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ വ്യക്തിത്വ വികസന ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും നേതൃത്വ പരിശീലന ക്യാമ്പുകളും സംഘടിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. KCYM രൂപത പ്രസിഡന്റ് എബിൻ മുട്ടപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. ജോസ് പള്ളത്ത്, KA ആന്റണി, സിസ്റ്റർ ജസ്റ്റിൻ, KJ ലോറൻസ്, ഹാബു ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രേയസ് ആശാകിരണം പദ്ധതിയുടെ ഭാഗമായി സെന്റ് തോമസ് നാമഹേതുക തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകി. ധനസഹായ വിതരണ ഉദ്ഘാടനം ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് നിർവഹിച്ചു. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭൻകുമാർ, ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബെന്നിയിടയത്ത്, ശ്രേയസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പുനമഠത്തിൽ, C. സിൻഷി, ബിനി തോമസ് എന്നിവർ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ബത്തേരി രൂപതാധ്യക്ഷന് ആശംസകൾ നേർന്നു. ആശാകിരണം പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ, ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് നടപ്പിലാക്കി വരുന്നത്. വയനാട് ന്യൂസ് ബത്തേരി. SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ പുൽപ്പള്ളി താന്നിത്തെരുവ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KJ പോൾ അധ്യക്ഷനായിരുന്നു. PA ഡിവൻസ്, സുജിത കുമാർ, NU ഉലഹന്നാൻ, കുര്യാച്ചൻ തേൻകുന്നേൽ എന്നിവർ സംസാരിച്ചു. ശ്രേയസ് അമ്പുകുത്തി യൂണിറ്റ് വായനാ വാരാചരണത്തോടനുബന്ധിച്ച് അമ്പലവയൽ VHSൽ വായനാ മത്സരം സംഘടിപ്പിച്ചു. കോർഡിനേറ്റർ ജിലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VP ജോയി അധ്യക്ഷനായിരുന്നു. ജാൻസി ബെന്നി, രജിത ബാബു എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനം വിതരണം ചെയ്തു. ഷാൻഡി, ആനിമേറ്റർ ശാന്ത മനോഹരൻ എന്നിവർ സംസാരിച്ചു. ജീപ്പ് ക്ലബ്ബ് വയനാട് സംഘടിപ്പിക്കുന്ന 4ാമത് മൺസൂൺ ഓഫ് റോഡിംഗ് ഈ മാസം 7 മുതൽ 9 വരെ നടക്കും. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന മഴമഹോത്സവത്തിന്റെ ഭാഗമായാണ് മൺസൂൺ ഓഫ് റോഡിംഗ് സംഘടിപ്പിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മത്സരത്തിൽ പങ്കെടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഓഫ് റോഡ് ഡ്രൈവേഴ്സ് വന്നെത്തുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, SUV കാറ്റഗറിയിലാണ് ഓഫ് റോഡിംഗ് നടക്കുന്നത്. 7-ാം തീയതി രജിസ്ട്രേഷനും 8-ാം തീയതി വൈത്തിരി റിസോർട്ടിനടുത്തുള്ള ട്രാക്കിൽ വെച്ച് പരിപാടി നടത്തുന്നതും 9-ാം തീയതി ഈവ എസ്റ്റേറ്റിൽ വെച്ച് പരിപാടി നടത്തുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 കാറ്റഗറിയിലും കോമ്പറ്റീഷൻ ഐറ്റംസ് ഉണ്ട്. പെട്രോൾ, ഡീസൽ, SUV കാറ്റഗറിയിൽ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. GSTയുടെ പേരിൽ ഹോട്ടലുകളിൽ വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ധനമന്ത്രി തോമസ് ഐസക്. നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടും വയനാട്ടിൽ കോഴിയിറച്ചിക്ക് കൊള്ളവില. മാനന്തവാടിയിൽ നാട്ടുകാർ കോഴി സ്റ്റാളുകൾ അടപ്പിച്ചു. GST സോഫ്റ്റ്വെയറുകൾ എത്തിയില്ല. മൊബൈൽ സ്റ്റോറുകൾ അടച്ചിട്ടു. ആരവങ്ങൾ ഒഴിഞ്ഞ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. ഇരുളം അങ്ങാടിശ്ശേരിയിൽ പട്ടയഭൂമിക്ക് വില്ലേജ് ഓഫീസിൽ നികുതി എടുക്കുന്നില്ല. 22 കുടുംബങ്ങൾ ചുവപ്പുനാടയുടെ കുരുക്കിൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്ന പരിഹാരത്തിന് സാധ്യമായ തരത്തിൽ ഇടപെടുമെന്ന് ജില്ലാ കലക്ടർ.
റോഡുകൾ അപകടരഹിതമാക്കാൻ ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കുന്നു. ദേശീയപാതയിലടക്കം വൻ ഗർത്തങ്ങൾ. നൂൽപ്പുഴ കാക്കത്തോട് കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ. കോളനിയിലെ ദുരിതങ്ങൾ കെട്ടുകഥ പോലെ ഭയാനകം. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.